ലോകത്തെ കീഴടക്കാൻ നോക്കുന്നത് തോൽവിയാണ്. എന്നാൽ ലോകത്തിനോടൊപ്പം ഒഴുകുന്നത് ജയമാണ്. ഒന്നിനെ കീഴടക്കാൻ നോക്കുമ്പോൾ കൂടുതൽ അധ്വാനം വേണം. അത് വേദനയിലേക്ക് കൊണ്ടുപോകും. നമുക്ക് ജീവിതം നൽകുന്ന എല്ലാത്തിനെയും സ്വീകരിക്കുമ്പോഴാണ് ജീവിതത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്. അതേപോലെ നമ്മുടെ ശരീരമുണ്ട്, മനസ്സുണ്ട്, ചിന്തകൾ, വികാരങ്ങൾ. ഇത് നമുക്ക് ചില സമയത്ത് വേദന നൽകാറുണ്ട്. ആ വേദന എന്ന് പറയുന്നത് വന്ന് പോകുന്നവയാണ്. അതിനെ പിടിച്ച് വെക്കുമ്പോൾ വേദനയെ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഒഴുകാൻ അനുവദിക്കണം, പോകാൻ അനുവദിക്കണം. അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും, നമ്മളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു സാക്ഷിഭാവത്തിൽ നമുക്ക് കാണാൻ ആവണം. സാക്ഷിഭാവത്തിൽ നമ്മൾ കാണുമ്പോൾ ആ കാണുന്നതുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ബന്ധനം ഉണ്ടാകുന്നില്ല. ബന്ധനമില്ലാത്തത് കൊണ്ട് സമാധാനപ്പെടാൻ നമുക്ക് കഴിയും. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യരുത്. അത് വേദനയാണ്. സ്വസ്ഥമായി ശാന്തമായി ഒരിടത്ത് ഇരുന്ന് മനസ്സിൻ്റെ സഞ്ചാരത്തെ നോക്കണം. മനസ്സിൽ നടക്കുന്ന സംഭാഷണങ്ങളെ അറിയണം. അറിയുക മാത്രം ചെയ്യുക, അതിനെ നോക്കുക മാത്രം ചെയ്യുക. ആ സമയത്ത് മനസ്സ് അടങ്ങിയിട്ട് ശാന്തമാകും. നമ്മുടെ മനസ്സ് മിക്കപ്പോഴും പുറത്തെ കാര്യങ്ങളിലാണ്. അവിടേക്ക് പോയ മനസ്സിനെ ഉള്ളിലുള്ള മൗനത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മനസ്സ് വിശ്രമിക്കും. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ലോകത്ത് മനോഹരമായിട്ട് പലതും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ടുള്ളത് ഏതാണ്? ഒരു ശിഷ്യൻ പറഞ്ഞു, ഒരു പൂവും അതിൻ്റെ സുഗന്ധവും ആണ് മനോഹരമായിട്ട് ഉള്ളത്. ഒരു ശിഷ്യൻ പറഞ്ഞു, പുഴയുടെ ഒഴുക്കും അതിൻ്റെ ശബ്ദങ്ങളുമാണ് മനോഹരമായിട്ട് ഉള്ളത്. ഗുരു ആ സമയത്ത് ഒന്ന് പുഞ്ചിരിച്ച് നിശബ്ദമായിട്ട് ശിഷ്യന്മാരെ നോക്കി. അത് അല്പനേരം തുടർന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത് ശിഷ്യന്മാർ മൗനം അതിൻ്റെ ആഴത്തിൽ അനുഭവിച്ചു. ഗുരു പറയാതെ തന്നെ ശിഷ്യന്മാർ അറിഞ്ഞു, മൗനമാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്ന്. മൗനത്തിലൂടെയാണ് മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുക. അതിന് ബാഹ്യമായിട്ടുള്ള മൗനം നമുക്ക് ആവശ്യമാണ്. അപ്പോഴാണ് ഉള്ളിലുള്ള മൗനത്തിലേക്ക് അടുക്കാൻ കഴിയുക. മനസ്സ് കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾ ചുഴിയിൽ അകപ്പെട്ടതുപോലെയാണ്. അവിടെ കുറച്ച് സംസാരം മതി. ഈ കുറച്ച് സംസാരം എന്ന് പറയുന്നത് മൗനത്തിലേക്ക് നമ്മെ അടുപ്പിക്കും. കൂടുതൽ സംസാരിക്കുമ്പോൾ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അത് ക്ഷീണമാണ്. ആ സമയത്ത് മൗനത്തിൻ്റെ അരികിലേക്ക് എത്താൻ കഴിയില്ലേ. കൂടുതൽ
നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പുറത്തെ ലോകവുമായിട്ടാണ് ബന്ധമുണ്ടാക്കുന്നത്. ആ ബന്ധം എന്ന് പറയുന്നത് ആളുകളുമായിട്ടും വസ്തുക്കളുമായിട്ടും സംഭവങ്ങൾ, താരതമ്യം, വിലയിരുത്തൽ, കുറ്റങ്ങൾ, കുറവുകൾ, ഇതാണ് ഉണ്ടാവുന്നത്. അപ്പം അവിടേക്ക് പൂർണ്ണമായ ശ്രദ്ധ എപ്പോഴും കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള ആ മൗനത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ലേ? അതേപോലെ കൂടുതൽ അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ അത് ഭാരമാണ്. ഈ ഭാരം മനസ്സിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കും. അവിടെ നമ്മൾ മൗനത്തിൽ ഇറങ്ങുമ്പോൾ അനുഭവിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. ആ മൗനം നൽകുന്ന ജ്ഞാനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശാന്തിയാണ്. അതിന് നമ്മൾ വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള അധികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ആസക്തികൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അത് അധികമായിട്ട് ഉണ്ടെങ്കിൽ മൗനത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഒരിക്കൽ ഒരു ഗുരുവും തൻ്റെ കുറച്ച് ശിഷ്യന്മാരും കൂടി നടന്നു പോവുകയായിരുന്നു. എന്തിനെന്നറിയാതെ വെറുതെയുള്ള ഒരു നടത്തമായിരുന്നു. എപ്പോഴും അവർ അത് ചെയ്തുകൊണ്ടിരുന്നു. അവർ നടന്നു പോകുമ്പോൾ നദികൾ, പർവ്വതങ്ങൾ, താഴ്വാരങ്ങൾ എല്ലാത്തിനെയും ആഴത്തിൽ കാരുണ്യത്തോടെ, സ്നേഹത്തോടെ നോക്കും. അങ്ങനെ നോക്കുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തിൽ അലിഞ്ഞ് അവർ നടക്കും. ഇതായിരുന്നു അവരുടെ ആത്മീയ പരിശീലനം. ഒരു ദിവസം അവർ ഒരു വനത്തിൻ്റെ അടുത്തേക്ക് എത്തി. ആ വനത്തിൽ ഒരു മരം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള മുഴുവൻ മരങ്ങളും അവിടെ നിന്ന് മുറിച്ച് മാറ്റിയിരുന്നു. ആ സമയത്ത് ഗുരു ഒരു ശിഷ്യനോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ മരത്തെ മാത്രം നിലനിർത്തിയത്, ബാക്കിയുള്ള മുഴുവൻ മരങ്ങളും മുറിച്ചത്? ശിഷ്യനോട് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ച് വന്ന ശിഷ്യൻ പറഞ്ഞു, ഈ ഒരു മരം ഉപയോഗശൂന്യമാണോ? അതിൻ്റെ ഇലകൾ മൃഗങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല. അതേപോലെ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ വെറും പുക മാത്രമാണ് വരിക. വീട്ടിലെ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല ഈ മരം കൊണ്ട്. അതാണ് ഇതിനെ മുറിക്കാതെ വെച്ചത്. ആ സമയത്ത് ഗുരു ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ഈ മരത്തെപ്പോലെ ആകണം. ഉപയോഗശൂന്യമെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള് ഒഴിഞ്ഞ് ഇരിക്കലാണ്. ഉള്ള് അത്ര കണ്ട് ഒഴിഞ്ഞ് ഇരിക്കുന്ന ഒരാളെ ആർക്കും വേദനിപ്പിക്കാൻ സാധിക്കില്ല. അയാൾ എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകും. ആ കടന്നു പോകാനുള്ള ആ ഒരു ശക്തിയാണ് നമുക്ക് മൗനം നൽകുന്നത്. മൗനം നൽകുന്ന വിശ്രമം എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾക്ക് അതീതമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്രമാവസ്ഥ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ വിശ്രമാവസ്ഥ അനുഭവിക്കുന്നില്ല. അതേ സമയത്ത് മൗനത്തെ അറിഞ്ഞ് അതിനെ നുണഞ്ഞ് അതിലലിഞ്ഞ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആഴത്തിലുള്ള ഒരു ശാന്തി അനുഭവിക്കാൻ സാധിക്കും. മൗനം നൽകുന്ന ആ നിർവൃതി അത് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ മൗനത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം.
അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ